കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിലും കമൻസിലും വരുന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ഇസ് വൈൻ എന്തായിരുന്നു. ഒറ്റ വാക്കി പറഞ്ഞ ഹൈ യോ വാച്ചിങ് ചാമ്പക്യ വൈൻ വ്ലോഗ് പാർട്ട് 2. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 8.5 കിലോ ചാമ്പക്കയാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതും നിലം തൊടിക്കാതെ പറിച്ച് നല്ല ഫ്രഷ് ചാമ്പക്കയാണ് കേട്ടോ. അത് എൻ്റെ വീട്ടിലുണ്ടായതാന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട കേട്ടോ. ഇത് എൻ്റെ വീട്ടിലല്ല, അമ്മൂമ്മയുടെ അനീത്തിയുടെ വീട്ടിലുണ്ടായതാണ്. അവർക്കൊക്കെ അറിയാം എനിക്ക് ചാമ്പക്ക എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെന്ന്. അപ്പൊ അതുകൊണ്ട് സ്നേഹത്തോടെ എനിക്ക് തന്നു വിട്ടേക്കുന്നതാണ് ഈ ചാമ്പക്ക മൊത്തം. ഇത്രയും ചാമ്പക്ക ഞാൻ കഴിച്ച പ്രശ്നമാവുമല്ലോ, അതുകൊണ്ട് നമ്മൾ വൈനിടാൻ തീരുമാനിച്ചു. പണ്ട് ഇവിടെ ചാമ്പക്ക ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഇടയ്ക്കിടയ്ക്ക് ചാമ്പക്ക വൈനൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ കാലങ്ങളായി ഉണ്ടാക്കിയിട്ട്. അപ്പം ഇന്ന് നമ്മൾ ഇത്രയും ചാമ്പക്ക കിട്ടി സ്ഥിതിക്ക് ഉണ്ടാക്കാന്ന് ഓർത്തു. അങ്ങനെ രാവിലെ ഞങ്ങൾ എല്ലാവരും പുറത്തിരുന്ന് ചാമ്പക്കൊക്കെ അരിഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈനിന് വേണ്ടി. ആഹാ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ക്ലിപ്പ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അമ്മൂമ്മ ഇത് ഇവിടുന്ന് കട്ട് തിന്നുമായിരുന്നത്. എല്ലാവരും പണിയിൽ മുഴുകിയിരിക്കുകയായിരുന്നോണ്ട് ആരും ശ്രദ്ധിച്ചതും ഇല്ല അമ്മൂമ്മ നൈസായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി ഐ എം ദ വൺ, ഞാനാണ് എപ്പോഴും കട്ട് കഴിക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ സീക്രട്ടീവ്ലി കുറച്ച് ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഭയങ്കര കൂളായിട്ടിരുന്നു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈം. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഈ ചാമ്പക്കയിൽ സീഡ്സ് ഇല്ലായിരുന്നു. നോർമലി നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന ചാമ്പക്കയും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന ചാമ്പക്കൊക്കെ എപ്പോഴും സീഡ്സ് ഉണ്ടാവാറുണ്ട്. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടായിരിക്കാം സീഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് തീർന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക നമ്മൾ അരിഞ്ഞ് ഓൾ സെറ്റാക്കി വെച്ചു. ഇനി വൈനിടാം. പൂച്ച സാറുമാരൊക്കെ നോക്കിയിരിക്കുകയാണ് ഇവിടെ എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടി. നന്നാക്കി കഴിഞ്ഞ ചാമ്പയ്ക്കയുടെ വെയിറ്റ് 7.5 കിലോ ആയിരുന്നു. 8.5 കിലോ ഉണ്ടായിരുന്നു. 1/2 കിലോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കഴിക്കാൻ. 1/2 കിലോ ചീത്തയായിരുന്നു. ആൻഡ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ പല പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ എത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇതിനി ആയി വരാൻ വേണ്ടി 1 മാസമെങ്കിലും എടുക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. എന്നാലും 1 മാസം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ, നമുക്ക് ഹോം മെയ്ഡ് വൈൻ കുടിക്കാമല്ലോ എന്നുള്ളൊരു മോട്ടിവേഷനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതൊന്നും കാര്യമാക്കണ്ട, നമ്മളത് എയർ ടൈറ്റ് ആയിട്ട് എങ്ങനെയൊക്കെ കെട്ടി സെറ്റാക്കി വെക്കും. ചില ആൾക്കാർ ഇത് കുഴിച്ചൊക്കെ ഇടും കേട്ടോ. ഞങ്ങൾ കുഴിച്ചിടുന്നില്ല, നമ്മൾ സ്റ്റോർ റൂമിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്പേസിൽ വെക്കും, അത്രേ ഉള്ളൂ. ആൻഡ് യെസ്, നമ്മൾ വൈൻ ഉണ്ടാക്കി. ഇനി ഞാൻ ഉപ്പും മുളക് ഇട്ട് കുറച്ച് ചാമ്പയ്ക്ക കഴിക്കട്ടെ കേട്ടോ. ഞാനും ഫാമിലിയും കൂടെ കറക്റ്റ് 1 month ബാക്ക്, കറക്റ്റായിട്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ മെയ് 17 ചാമ്പയ്ക്ക വൈനിട്ടിട്ടുണ്ടായിരുന്നു. അതും 1-2 കിലോ അല്ല, 7.5 കിലോ ചാമ്പയ്ക്ക വൈൻ. ഞാൻ ഈ വ്ളോഗ് ഇട്ടപ്പോൾ തൊട്ട് ഇതിന് ഭയങ്കര റീച്ചാണ്. ആൻഡ് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇടണം എന്നുള്ളത്. കറക്റ്റ് 1 month കഴിഞ്ഞു. ഞാൻ ദേ സെക്കൻഡ് പാർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട്. സോ ടുഡേ ഇസ് എ ബിഗ് ഡേ. നിങ്ങളും ഞാനും ഈക്വലി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അൺബോക്സിംഗ് ടേസ്റ്റിംഗ് ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദാറ്റ് ഐ ആം വെരി എക്സൈറ്റഡ്. ആക്ച്വലി വൈനിട്ട് സ്റ്റോർ റൂമിൽ വെച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റോർ റൂം സ്റ്റാർട്ടഡ് സ്മെല്ലിംഗ് സോ ഗുഡ്. അപ്പോൾ അന്ന് തൊട്ട് ഐ ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ. യൂഷ്വലി ഞാൻ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഐ ഹാവ് ടു റിമൈൻഡ് മൈ ഫാമിലി ടു സ്മൈൽ. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, പതിവില്ലാതെ എല്ലാവരും ഹാപ്പിയും എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നുകൊണ്ട് എല്ലാവരുടെയും മുഖത്തൊരു സ്മൈൽ നാച്ചുറലി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ട ടൈമിൽ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ചാമ്പയ്ക്ക ഉണ്ടോ എന്നൊക്കെ. ഞാനത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിലുണ്ടായ ചാമ്പയ്ക്കല്ല, അമ്മൂമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അവരുടെ വീട്ടിൽ തന്നെ ലാസ്റ്റ് ബാച്ച് ഓഫ് ചാമ്പക്കയായിരുന്നു ഇത്. ഇനിയിപ്പോൾ അടുത്ത സീസണിലാണ് ഉണ്ടാവുള്ളൂ. സോറി, നമ്മൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോയി. പറയാതെ വയ്യാതെ വൈൻ ഹാസ് ടേൺഡ് ഔട്ട് റിയലി റിയലി ഗുഡ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, ബിക്കോസ് നമ്മൾ വൈൻ ഉണ്ടാക്കിയത് ഇയേഴ്സ് ബാക്ക് ആണ്. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ചാമ്പക്ക വൈൻ ഫുൾ നമ്മൾ ദേ ഭരണിക്കകത്ത് നിന്ന് എടുത്തു. അത് 2 ടൈംസോളം നമ്മൾ അരിച്ചൊക്കെ എടുത്തിട്ടാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിലിൽ ഒരു
തരി വെള്ളം പാടില്ല. അപ്പം അങ്ങനെ നമ്മൾ ഓൾറെഡി ബോട്ടിൽസും എല്ലാം ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യും. കുറച്ചിപ്പത്തേക്കും കുറച്ച് ഡിസംബർ ക്രിസ്മസ് ടൈമിലേക്കാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ് വാസ് മൈ വൈൻ അൺബോക്സിംഗ് വ്ളോഗ് പാർട്ട് 2. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ അടുത്ത വ്ളോഗ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.